ഇങ്ങനെ ഒരു സാധനം വെക്കല്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം കടയായ ഫലാഫിൽ ജൗഹറയിൽ ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാവുമെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വേങ്ങര സിനിമാൾ ജംഗ്ഷനിലുള്ള അജ്മൽ ബിസ്മിൻ്റെ അവിടുന്ന് ചെറു റോഡിലേക്ക് ലെഫ്റ്റ് എടുത്തിട്ട് ഒരു 500 മീറ്റർ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ ദാ കിടക്കുന്നു മക്കളെ ഫലാഫിൽ ജൗഹറ. അപ്പോൾ നമ്മളൊന്നും നോക്കിയില്ല, അപ്പുറത്തൊക്കെ പാർക്കിങ്. നമ്മളൊരു സൈഡിൽ വണ്ടി ഇട്ടിട്ട് നമ്മൾ ഇറങ്ങി. കയറി ചെല്ലുമ്പോഴുള്ള കാഴ്ചയാണിത് മക്കളെ. ഇതല്ലേ വിഷ്വൽ ബ്യൂട്ടി. നിരത്തി ഫലാഫിൽ ഉണ്ടാക്കുന്നത്. ഞാനിതൊക്കെ കിട്ടുന്ന ഒരു ബെസ്റ്റ് വ്യൂ ഉള്ള ഒരു സീറ്റ് നോക്കി ഇരുന്നു. ഒരു ചിക്കൻ ഫലാഫിലും ഒരു ചായ ആട്ടോ നമ്മൾ പറഞ്ഞത്. അപ്പോൾ അധികം വൈകാതെ തന്നെ സാധനം നമ്മുടെ ടേബിളിലുണ്ട്. ഇങ്ങനെ ഒരു സാധനം വെക്കല്. ചെക്കനെ വെറുതെ വെറുപ്പിച്ചിട്ട് നമ്മളെ മെയിൻ പരിപാടിയിലേക്ക് നീങ്ങി. ആ ഫസ്റ്റ് ബൈറ്റ് എടുത്തപ്പോൾ തന്നെ വാവ്. എന്തായാലും എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ഒരു ഭാഗ്യം ഞാൻ ആലോചിച്ച് നോക്കുകയാണ്. എന്നത് എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം ചെറിയ അഫോർഡബിൾ റേറ്റുമാണ്, കിടിലൻ ടേസ്റ്റുമാണ്. കഴിച്ചുകൊണ്ടിരിക്കുക കസ്റ്റമേഴ്സിന് ബില്ലൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവനും വിചാരിക്കും ഇവൻ്റെ കട, ഇവൻ എന്നെ വീഡിയോ എടുക്കുന്നു, ഇവൻ എന്നെ പോസ്റ്റ് ചെയ്യുന്നു, ഇവനെന്താ ഭ്രാന്താണെന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ. പക്ഷെ നിങ്ങൾ കഴിക്കാത്തതുകൊണ്ടാണ് പറയുന്നത്. ഒരു പ്രാവശ്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, അഡിക്റ്റായി പോകും. അങ്ങനെ നമ്മൾ പരിപാടികൾക്ക് കഴിഞ്ഞാണ്ട് നമ്മളൊരു കസ്റ്റമർ ആണല്ലോ, നമ്മൾ പേ ചെയ്യണമല്ലോ. അതല്ലേ അതിൻ്റെ ഒരു ശരി. 70 50 ഓൺലി 80 റുപ്പീസ്. അങ്ങനെ നമ്മൾ പേയും ചെയ്തുകൊണ്ട് ഇറങ്ങുമ്പോഴാണ് നമ്മളെ മച്ചന്മാരെ കണ്ടത്. അപ്പോൾ അവരോട് നമ്മൾ ചോദിച്ചു ഫലാഫിലിനെ പറ്റി എന്താ ഒരു അഭിപ്രായം. സൂപ്പറാണ്, ഒരു രക്ഷയില്ല. കേട്ടില്ലേ? അപ്പോൾ വേങ്ങര ചെറു റോഡ് മിനി ബസാറിലുള്ള ഫലാഫിൽ ജൗഹറയിൽ വന്ന് എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ കാക്കമാർക്കൊക്കെ ഒരു ടാറ്റ കൊടുത്തിട്ട് മസ്സലാമ, ബൈ.